ഓഫീസ് ഒഴിയണം. വി.കെ. പ്രശാന്ത് എം.എൽ.എയോട് കൗൺസിലർ ആർ. ശ്രീലേഖ. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കി വാണിരുന്ന LDFന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് BJP ഭരണം പിടിച്ചത്. കോർപ്പറേഷൻ ഭരണത്തിലൂടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന്റെ സമസ്ത മേഖലയിലും ആധിപത്യം നേടാനുള്ള ശ്രമമാകും BJP ഇനി കാഴ്ചവെക്കുക. ഇതിനാണ് രാഷ്ട്രീയക്കാരനായ VV രാജേഷിനെ തന്നെ ഭരണത്തലപ്പത്തേക്ക് എത്തിച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ കേന്ദ്ര സഹായം നേടിക്കൊണ്ട് വലിയ വികസന മുന്നേറ്റമാകും കോർപ്പറേഷനിൽ BJP കാഴ്ചവെക്കുക. കോർപ്പറേഷന്റെ ഭരണ മികവ് മുൻനിർത്തി തിരുവനന്തപുരം മോഡൽ വികസനം എന്ന ടാഗ് ലൈനുമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിടുക. തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങൾക്കപ്പുറം കേരളത്തിലുടനീളം താമര വിരിയിക്കാനുള്ള തിരുവനന്തപുരം മോഡൽ വികസനം ലക്ഷ്യത്തിലെത്തിക്കാൻ തലസ്ഥാന നഗരിയുടെ സമസ്ത മേഖലയിലും ആധിപത്യം നേടാനാകും BJPയുടെ ആദ്യ ശ്രമം. ഇതിന് തടസ്സമായി വരുന്ന എന്തിനേയും ഏതിനേയും ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള കടന്നുകയറ്റമാകും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. ഭരണത്തിൽ കയറി 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ BJP തലസ്ഥാനം കൈപ്പിടിയിലാക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. തലസ്ഥാനത്തെ ശക്തനായ CPM MLA വി.കെ. പ്രശാന്തിനാണ് ആദ്യ പണി കിട്ടിയിരിക്കുന്നത്. ശാസ്തമംഗലത്തെ MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന് വട്ടിയൂർക്കാവ് MLA വി.കെ. പ്രശാന്തിനോട് ശാസ്തമംഗലം കൗൺസിലർ ആർ. ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ കെട്ടിടത്തിലാണ് പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്ന് ഫോണിലൂടെയാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ LDF കൗൺസിലിന്റെ തീരുമാനപ്രകാരമാണ് പ്രശാന്തിന്റെ ഓഫീസ് വാടകയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. അടുത്ത മാർച്ച് വരെ ഇതിന്റെ കാലാവധി ബാക്കിയുണ്ട്. കെട്ടിടം ഒഴിപ്പിക്കാൻ BJPക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ തീരുമാനിച്ചാൽ MLAക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും. കൗൺസിലർക്ക് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് വേണമെങ്കിൽ മേയർ വഴിയാണ് അനുമതി കിട്ടേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന് തടസ്സമുണ്ടാകില്ല. പ്രത്യേകിച്ച് മേയർ തെരഞ്ഞെടുപ്പിൽ ഇടഞ്ഞു നിൽക്കുന്ന ശ്രീലേഖയുടെ ആവശ്യത്തോട് മേയർ VV രാജേഷ് അനുകൂല നിലപാട് തന്നെ സ്വീകരിക്കും. കൗൺസിലറെ ഓഫീസിനുള്ള കെട്ടിട സൗകര്യം ലഭ്യമാണോ എന്ന് സെക്രട്ടറിയാണ് പരിശോധിച്ച് നടപടിയെടുക്കേണ്ടത്. കോർപ്പറേഷന്റെ കെട്ടിടം വാർഡിൽ ലഭ്യമല്ലെങ്കിൽ മറ്റു കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കാം. കോർപ്പറേഷൻ മാസം പരമാവധി 8,000 രൂപ വരെ വാടക നൽകും. MLAയോട് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ട സംബന്ധിച്ച് ശ്രീലേഖ ഇതുവരെ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഔദ്യോഗികമായി ഈ ആവശ്യം ഉന്നയിക്കപ്പെടുമെന്ന് തന്നെ കരുതാം. പ്രശാന്ത് തുടക്കം മാത്രമാണ്. തിരുവനന്തപുരത്തിന്റെ സർവാധിപത്യത്തിന് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശാന്തമാർക്ക് ഇരിപ്പിടങ്ങൾ BJP ഭരണത്തിന് മുന്നിൽ ഒഴിയേണ്ടി വരും. ഭരണം പിടിച്ചടക്കുന്ന കേന്ദ്ര മോഡലിന് തിരുവനന്തപുരവും സാക്ഷിയാകും.